ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർഫുൾ ടൂളിനെ കുറിച്ചാണ്. ആ ടൂളിൻ്റെ പേരാണ് എൻമാപ്പ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പഠിച്ചു എങ്ങനെയാണ് നമ്മുടെ വിർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, TCP, UDP, ഓപ്പൺ പോർട്സ്, എങ്ങനെയാണ് സ്കാനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് സ്കാനിങ് ചെയ്യാം എന്നുള്ളതാണ്. ആ സ്കാനിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂളിൻ്റെ പേരാണ് എൻമാപ്പ്. അപ്പോൾ എൻമാപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ടൂളാണ്. എൻമാപ്പിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാപ്പർ എന്നാണ്. എൻമാപ്പ് വർക്ക് ആവുന്നത് നമ്മൾ എൻമാപ്പ് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും പാക്കറ്റ്സ് സെൻഡ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ മെറ്റസ്പ്ലോയിറ്റബിൾ സ്കാൻ ചെയ്യണമെങ്കിൽ നമ്മൾ എൻമാപ്പ് കമാൻഡ് കൊടുത്തിട്ട് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിൾ IP അഡ്രസ് കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് പാക്കറ്റ് സെൻഡ് ആയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് വെച്ചിട്ട് ഏതൊക്കെ പോർട്ടാണ് ഓപ്പൺ, ഏതൊക്കെ പോർട്ടാണ് ക്ലോസ്ഡ്, അതിൽ ഏതൊക്കെ സർവീസ് ആണ് റൺ ആവുന്നത്, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസ് നമുക്ക് എടുത്തു തരുന്ന വളരെ പവർഫുൾ ടൂളാണ് എൻമാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എൻമാപ്പ് നമ്മുടെ ലിനക്സ് ടെർമിനലിൽ റൺ ചെയ്ത് അതിൻ്റെ ഹെൽപ്പും കാര്യങ്ങളും എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷണാലിറ്റീസും കാര്യങ്ങളും ഒക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. അതിനു മുമ്പ് അത്യാവശ്യമായിട്ട് നോക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിൾ റണ്ണിങ് ആണോ അല്ലയോ നോക്കുക. അതിൻ്റെ IP അഡ്രസ്സും ഓൾസോ നോക്കുക. ഇവിടെ ഞാൻ എൻ്റെ മെറ്റസ്പ്ലോയിറ്റബിൾ റൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ IP അഡ്രസ് ഓൾസോ ഇവിടെ ഉണ്ട്. കാണാം 192.168.1.18. ഞാൻ ifconfig കമാൻഡ് റൺ ചെയ്താണ് ഇത് കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ നെറ്റ് ഡിസ്കവർ കമാൻഡ് യൂസ് ചെയ്ത് വേണമെങ്കിലും നമ്മുടെ നെറ്റ്വർക്കിലെ ഡിവൈസസിന്റെ IP അഡ്രസ് എല്ലാം കണ്ടുപിടിക്കാം. അങ്ങനെ ഓൾസോ നിങ്ങൾക്ക് മെറ്റസ്പ്ലോയിറ്റബിൾ IP അഡ്രസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ IP അഡ്രസ് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് എൻമാപ്പ് ടൂൾ നോക്കാം. ഇവിടെ വരിക. നമുക്ക് ജസ്റ്റ് ആദ്യം എൻമാപ്പിന്റെ ഹെൽപ്പിന് നോക്കാം, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത, ഫംഗ്ഷൻസ്, എന്തൊക്കെ അതിന് ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എൻമാപ്പ് -ഹെൽപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇഷ്ടം പോലെ ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇതൊരു വളരെ പവർഫുൾ ടൂളാണ്. ഇതിന് നിറയെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കുമ്പോൾ, ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വളരെയധികം യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടൂൾ കൂടെയാണ് എൻമാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം ഓരോ ഓപ്ഷൻസ്. ഇൻപുട്ട് ഫയൽ കൊടുക്കാം, റാൻഡം ടാർഗറ്റ്സ് കൊടുക്കാം, ഓരോ ടാർഗറ്റ് എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹോസ്റ്റ് ഡിസ്കവർ ചെയ്യും, സ്കാൻ ടെക്നിക് ഓരോന്ന് സ്പെസിഫൈ ചെയ്യാം. ഓരോ ടൈപ്പ് ഓഫ് സ്കാനിങ് ഉണ്ട്. TCP സ്കാൻ ഉണ്ട്, UDP സ്കാൻ, അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് സ്കാന്. പോർട്ട് സ്പെസിഫിക്കേഷൻ, നമുക്ക് ഇത്ര പോർട്ട് മാത്രം മതിയെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യാം. സർവീസും വേർഷൻ, ഒരു സർവീസ് റൺ ആവുന്നുണ്ടെങ്കിൽ അതിന്റെ വേർഷൻ വരെ എന്യൂമറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. സ്ക്രിപ്റ്റ് സ്കാൻ ഉണ്ട്, ഒരു ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റ് എല്ലാം സ്കാൻ ചെയ്യാൻ സാധിക്കും. OS ഡിറ്റക്ഷൻ, നമ്മുടെ ഏത് മെഷീനാണോ സ്കാൻ ചെയ്യുന്നത് അതിന്റെ OS വരെ ഡിറ്റക്ട് ചെയ്യും. അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉള്ള ഫയർവാള്, അങ്ങനെ സ്പൂഫിംഗ് ഓപ്ഷൻ, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉള്ള ഒരു വളരെ പവർഫുൾ ടൂളാണ് എൻമാപ്പ്. അപ്പോൾ നമുക്ക് ഈ എൻമാപ്പിന്റെ ബേസിക് സ്കാൻ നമുക്ക് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിളിന്റെ IP അഡ്രസ്സിൽ ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ചെയ്യാണ്. എന്നിട്ട് കമാൻഡ് കൊടുക്കുക എൻമാപ്പ് സ്പേസ്, എത്ര നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിൾ IP അഡ്രസ് എന്ന് പറയുന്നത് 192.168.1.18. ഇതല്ല IP അഡ്രസ്, നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ IP അഡ്രസ്. അതിനാണ്. അപ്പോൾ കൊടുത്ത് നോക്കാം, സ്കാൻ ചെയ്ത് നോക്കാം. കാണാം സ്റ്റാർട്ടിങ് എൻമാപ്പ് 7.93 അതിന്റെ വേർഷൻ ആണ്. കാണാം അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഔട്ട്പുട്ട് കിട്ടി. എന്തുകൊണ്ടായിരിക്കും വളരെ പെട്ടെന്ന് ഔട്ട്പുട്ട് കിട്ടാൻ കാരണം ഇത് നമ്മുടെ ഹോം നെറ്റ്വർക്കിലുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. നമ്മുടെ ഹോം നെറ്റ്വർക്കിലുള്ള ഒരു ഡിവൈസ് ആണെങ്കിൽ എൻമാപ്പ് സ്കാൻ ചെയ്യാൻ അത്ര സമയം എടുക്കില്ല. വേറെ നെറ്റ്വർക്കിലുള്ള ഡിവൈസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ സമയം എടുക്കും, ചിലപ്പോൾ മണിക്കൂറുകൾ എടുത്തായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഔട്ട്പുട്ട്. പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ കാണാം. പോർട്ട്, അതിന്റെ നമ്പർ ഏതാണ് TCP, അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. സർവീസ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. പോർട്ട് 21 FTP, പോർട്ട് 22 SSH ഉണ്ട്, പോർട്ട് 23 ടെൽനെറ്റ്, പോർട്ട് 8 നമുക്ക് കാണാൻ സാധിക്കും HTTP. ഞാൻ പറഞ്ഞിരുന്നു സ്കാനിങ്ങിന്റെ ഫസ്റ്റ് വീഡിയോയിൽ, പോർട്ട് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വെബ് പേജ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം ഈ IP അഡ്രസ്സിന്റെ കീഴിൽ ഒരു വെബ് പേജ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്കൊന്ന് ആ IP അഡ്രസ് ഒന്ന് നോക്കാം. മോസിലയിൽ പോയി നമുക്ക് നമ്മുടെ IP അഡ്രസ് നോക്കാം, അതിന്റെ കീഴിൽ വെബ് പേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ബാക്കി ഔട്ട്പുട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓരോരോ പോർട്ട് 445 അങ്ങനെ പല പോർട്ടിന്റെ നമ്പരും, അത് ഏതൊക്കെ പോർട്ടാണ് ഓപ്പൺ, ഏതൊക്കെ സർവീസ് ആണ് അതിന്റെ കീഴിൽ ഉണ്ടാവുന്നുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, അതിന്റെ IP അഡ്രസ് കൊടുത്ത് നോക്കാം. എത്രയായിരുന്നു IP അഡ്രസ്? 192.168.1.18. ഓക്കെ, അത് പോയി കഴിഞ്ഞാൽ
ദാ നമുക്കിവിടെ കിട്ടി മെറ്റസ്പ്ലോയിറ്റബിൾ 2. അവിടെ ഒരു വെബ് പേജ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പോർട്ട് 80ൽ HTTP പോർട്ട് ഓപ്പൺ ആണെന്ന് കാണിച്ചത്. അത് മീൻ ചെയ്യുന്നത് അവിടെ നമുക്കൊരു വെബ് പേജ് ഹോസ്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഇവിടെ പല പേജും കാണാൻ സാധിക്കും. ഇതിലേക്ക് നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബേസിക് സ്കാൻ, എൻമാപ്പിന്റെ ബേസിക് സ്കാൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എൻമാപ്പ് സ്പേസ് നമ്മൾ ഏത് ഡിവൈസ് ആണോ സ്കാൻ ചെയ്യേണ്ടത് അതിന്റെ IP അഡ്രസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് IP അഡ്രസ് കണ്ടുപിടിക്കുന്നത് പഠിച്ചു. അതിനുശേഷം വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ നമുക്ക് വേണ്ട ഒരു ഡിവൈസ് സ്കാൻ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ നെറ്റ് ഡിസ്കവർ കമാൻഡ് യൂസ് ചെയ്ത് ആ ഡിവൈസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിന് IP അഡ്രസ് കണ്ടുപിടിച്ച ശേഷം നേരെ എൻമാപ്പിലേക്ക് വന്നിട്ട് എൻമാപ്പ് സ്പേസ് അതിന്റെ IP അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏതൊക്കെ പോർട്ടാണ് ഓപ്പൺ, ഏതൊക്കെ സർവീസ് ആണ് റൺ ആവുന്നത്, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡിവൈസ് മാത്രമാണ് നമ്മൾ സ്കാൻ ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസസിനെയും സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് IP അഡ്രസിന്റെ റേഞ്ച് കൊടുത്തിട്ട് സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാക്സിമം ഡിവൈസസ് എല്ലാം തന്നെ നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തതിനു ശേഷം മാത്രം ഈ ഒരു സ്കാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ള കമാൻഡ് എന്ന് പറയുന്നത് nmap സ്പേസ് 192.168.1. അപ്പോൾ എൻ്റെ IP അഡ്രസ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എനിക്കറിയാം 192.168.1.0 മുതൽ 255 വരെയാണെന്ന്. കാരണം നമ്മൾ IF കോൺഫിഗ് നോക്കിയപ്പോൾ കണ്ടായിരുന്നു ഈ ഒരു 3 ഒക്ടറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അത് മാറത്തേയില്ല. അവസാനത്തെ ഒക്ടറ്റ് മാത്രമാണ് ഡിഫർ ആവുന്നത്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 255 വരെയാണ്. അപ്പോൾ ഞാൻ ആ റേഞ്ച് കൊടുക്കുകയാണ്. അത് കൊടുക്കേണ്ടത് 0 to 255. ഇതാണ് എൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ 0/24 എന്ന് കൊടുക്കാം. ഈ /24 സ്പെസിഫൈ ചെയ്യുന്നത് ആദ്യത്തെ 3 ഒക്ടറ്റ് കോൺസ്റ്റന്റ് ആണ്, മാറില്ലെന്നാണ്. അവസാനത്തത് മാത്രം റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 255 വരെയാണെന്നാണ്. അപ്പോൾ നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, നമുക്ക് കാണുന്നുണ്ട് സ്റ്റാർട്ടിങ് എൻമാപ്പ്. ഇത് കുറച്ചുകൂടെ സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മുടെ നെറ്റ്വർക്കിലെ ഡിവൈസസ് എല്ലാം തന്നെ ഈ കമാൻഡ് വഴി സ്കാൻ ചെയ്യുകയാണ്. ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് IP അഡ്രസ് കിട്ടിയിരിക്കുകയാണ്. കാണാം nmap done 256 IP അഡ്രസ്. അതിൽ 5 ഹോസ്റ്റ്, അതായത് എൻ്റെ നെറ്റ്വർക്കിലുള്ള 5 ഡിവൈസസിന്റെ റിസൾട്ട് അത് സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ സ്കാൻ ചെയ്ത 1.18 എന്ന് പറയുന്നത് നമ്മൾ മെറ്റസ്പ്ലോയിറ്റബിൾ ആണ്. അതിന്റെ IP അഡ്രസ്, അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് മുമ്പേ കിട്ടിയിരുന്നു, അത് സ്കാൻ ചെയ്ത് തന്നിട്ടുണ്ട്. വേറെ എന്തൊക്കെ കിട്ടി നമുക്ക് നോക്കാം. 1.12 IP അഡ്രസ് 192.168.1.12 എന്ന IP അഡ്രസ് ഉള്ള ഒരു ഡിവൈസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. അതിന്റെ 1000 പോർട്ടും ക്ലോസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റില് എല്ലാ പോർട്ടും ക്ലോസ് ആണെങ്കിൽ അതൊരു സെക്യൂർ ഡിവൈസ് ആയിരിക്കും. മോസ്റ്റ്ലി നമ്മുടെ നെറ്റ്വർക്കിൽ വരുന്ന ഡിവൈസ് എല്ലാം തന്നെ ആ ഒരു അവസ്ഥയിലായിരിക്കും. വേറെ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നുകൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 192.168.1.5. ഇത് മറ്റൊരു ഡിവൈസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെയും എല്ലാ പോർട്ടും ക്ലോസ്ഡ് ആണ്. നമുക്ക് ഒരു ഡിവൈസ് കിട്ടിയിട്ടുണ്ട് 1.2. അതിന്റെ കുറച്ച് പോർട്ട്സ് എല്ലാം ഓപ്പൺ ആണ്, കാണാൻ സാധിക്കും. പോർട്ട് നമ്പർ, അത് റൺ ചെയ്യുന്ന സർവീസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് മറ്റൊരു ഡിവൈസ് ഓൾസോ കിട്ടിയിട്ടുണ്ട്. 1.1, അതായത് റൗട്ടറിന്റെ ആണ്. റൗട്ടറിന്റെ കാണാൻ സാധിക്കും ഏതൊക്കെ പോർട്ടാണ് ഓപ്പൺ, ഏതൊക്കെ സർവീസ് ആണ് റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സംശയം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് പോർട്ടിന്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 65,535 ആണ് നമ്മുടെ പോർട്ടിന്റെ നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ആ 65,535 പോർട്ടുകൾ സ്കാൻ ആയില്ല എന്നുള്ള സംശയം വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും 977 ക്ലോസ്ഡ് TCP പോർട്ട്, ബാക്കി അതിൽ 23 ഓപ്പൺ. അപ്പോൾ ടോട്ടൽ 1000 പോർട്ട് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്തത് എൻമാപ്പിന്റെ ഡീഫോൾട്ട് സ്കാൻ ആണ്. ജസ്റ്റ് എൻമാപ്പ് സ്പേസ് IP അഡ്രസ് കൊടുത്തു. അതെന്ന് പറയുന്നത് എൻമാപ്പിന്റെ ഡീഫോൾട്ട് സ്കാൻ ആണ്. നമ്മളിപ്പോൾ 65,535 പോർട്ടും സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് എൻമാപ്പ് ഡീഫോൾട്ട് ആയിട്ട് ചെയ്യുന്നത് 1000 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്സ് മാത്രമാണ് ഈ ഒരു സ്കാൻ വഴി ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഫുൾ പോർട്ടും സ്പെസിഫൈ ചെയ്ത് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വളരെയധികം ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന റിസൾട്ട് ആവില്ല. അപ്പോൾ എൻമാപ്പ് ഡീഫോൾട്ട് ആയിട്ട് സ്കാൻ ചെയ്യുന്നത് ആദ്യത്തെ 1000, അതായത് ഓപ്പൺ ആവാൻ സാധ്യതകളുള്ള ആദ്യത്തെ 1000 പോർട്ടാണ് എൻമാപ്പ് ഡീഫോൾട്ട് സ്കാൻ വഴി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എൻമാപ്പിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഹെൽപ്പിന് പകരം വേറൊരു കമാൻഡ് യൂസ് ചെയ്യാം. അതാണ് മാൻ സ്പേസ് എൻമാപ്പ് ഓൾസോ കൊടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ തന്നെ കിട്ടും എൻമാപ്പിനെ കുറിച്ച്. ഇതാ ഒരു റെഫറൻസ് ഗൈഡ് പോലെ എങ്ങനെ എൻമാപ്പ് യൂസ് ചെയ്യണം, എൻമാപ്പ് എന്താണ്, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടൂളാണ് ഫുൾ കമാൻഡും കാര്യങ്ങളും. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ ഇപ്പോൾ നമ്മൾ നോക്കിയത് ജസ്റ്റ് ഡീഫോൾട്ട് സ്കാൻ ആണ്. ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് എൻമാപ്പ് എങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. ജസ്റ്റ് ഒരു ബേസിക് സ്കാൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം വായിച്ചു നോക്കുക, ഇതെല്ലാം നോക്കുക. നമ്മൾ ഇനി വരുന്ന വീഡിയോകളിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ അഡ്വാൻസ്ഡ് സ്കാനിങ് എല്ലാം പെർഫോം ചെയ്യുന്നത് എന്ന് എൻമാപ്പ് ടൂൾ യൂസ് ചെയ്ത് പെർഫോം ചെയ്യുന്നതെല്ലാം നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എൻമാപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള ഡിവൈസ് എല്ലാം എൻമാപ്പ് യൂസ് ചെയ്ത് ചുമ്മാ സ്കാൻ ചെയ്ത് നോക്കുക. ഏതൊക്കെ പോർട്ടാണ് ഓപ്പൺ ക്ലോസ്ഡ് എന്നൊക്കെ ചുമ്മാ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോകളിൽ അഡ്വാൻസ്ഡ് സ്കാനിങ് നോക്കുന്നതായിരിക്കും എൻമാപ്പ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.